Konnichiwa minasan, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. സോ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സോളോ ലെവലിംഗ് റാഗ്നറോക്കിൻ്റെ സീസൺ 2ൻ്റെ എപ്പിസോഡ് 7ൻ്റെ മലയാളം മാൻഹോ എക്സ്പ്ലനേഷൻ ആണ്. ഗൈസ്, നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട. പിന്നെ ഒരു കാര്യം, ഈ വീഡിയോ താമസിച്ചെന്ന് എനിക്ക് നന്നായിട്ട് തന്നെ അറിയാം. കാര്യം കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഒരു ചെറിയൊരു ടൂറിലായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് വന്നപ്പോൾ കുറച്ച് താമസിച്ച് പോയി. അതുകൊണ്ടാണ്. എന്തായാലും അധികമൊന്നും പറഞ്ഞ് ഞാൻ ആരെയും ബോറടിപ്പിക്കുന്നില്ല. വീട്ടിലേക്ക് നമുക്ക് നേരെ കിടക്കാം. അങ്ങനെ ഈ ചാപ്റ്റർ തുടങ്ങാൻ നേരത്ത് ആ ഒരു കുട്ടി എൽഫുണ്ടല്ലോ, ആ നേരെ ബാക്കിലേക്ക് ചാടിയിട്ടുണ്ട്. സൂഹോയും തന്റെ സോൾജറിന്റെ മേത്തുനിന്ന് താഴത്തേക്ക് ഇറങ്ങി. എന്നിട്ട് പറയുന്നുണ്ട്, അത് കണ്ടിട്ട് വളരെ യങ്ങായുള്ള ഒരു ഐസ് എൽഫിനെ പോലെയുണ്ട്. പക്ഷേ ഇത്രയും ചെറിയൊരു മാജിക് ബീസ്റ്റിനെ ഞാനെന്തിനാണ് എൻകൗണ്ടർ ചെയ്തത്, അതും ഒരു ചൈൽഡ് ഫോമിലുള്ളത്. അടുത്ത സെക്കൻഡ് അത് അവിടുന്ന് അപ്രത്യക്ഷമായി നേരെ സൂര്യന്റെ തൊട്ട് പുറകിൽ വന്ന് അവനെ അറ്റാക്ക് ചെയ്യാനിട്ട് പോകും. നീ തന്നെയാണ് ഇത് വരുത്തി വെച്ചതെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ കാണുന്നത് ആ ഒരു ഐ സെൽഫ് താഴത്ത് വന്ന് വീണതാണ്. സുഖമായിട്ട് അവനെ മേത്ത് കയറുന്ന കൈ പിടിച്ച് തിരിക്കുന്നുണ്ട്. എനിക്കെന്തായാലും നിന്നെ കൊല്ലാൻ ഒരാഗ്രഹവുമില്ല. അതുകൊണ്ട് ഒരു കാര്യം പറയാം, നീ എന്തിനാണ് എന്നെ അറ്റാക്ക് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിന്നെ വെറുതെ വിടാം. ഓഫ്കോഴ്സ് എനിക്ക് ഉറപ്പാണ് നീയുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അത് പോസിബിൾ ആണെന്ന്. നെക്സ്റ്റ് സെക്കൻഡ് തന്നെ അവൻ പറയുന്നുണ്ട്, എന്നെ വെറുതെ വിടണം, എന്നോട് ക്ഷമിക്ക്. ഞാൻ താങ്കളെ അറ്റാക്ക് ചെയ്തത് മറ്റൊന്നും കൊണ്ടല്ല, എനിക്കൊരു സ്ഥലത്തേക്ക് തിരിച്ചു പോകാനുണ്ട്. അവിടെ ആട്ടെ കൗണ്ട്ലെസ് ആയിട്ടുള്ള സിബ്ലിങ്സും ഉണ്ട്, അവരെനിക്ക് നോക്കാനുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് എന്നെ ദയവ് ചെയ്ത് വിട്ടയക്കണമെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് കരയാൻ തുടങ്ങി. മൈലോഡ്, താങ്കൾ ശരിക്കും മാറിപ്പോയിരിക്കുന്നു. താങ്കൾ ഒരു കൊച്ചു പെൺകുട്ടിയാണ് ഇത്രയും കരുന്നത്. താങ്കൾ ഓരോ ദിവസം കൂടാൻ നിർത്ത് ഫ്രൈറ്റനിങ് ആയി വന്നുകൊണ്ടിരിക്കുവാണ്. പെറു ഒന്ന് മിണ്ടാതി. എന്തായാലും നോക്കട്ടെ, ഇത് മതിയായിരിക്കും. ഒരു കൊച്ചല്ലേ, ബീസ്റ്റ് ആണെങ്കിലും ഒരു കൊച്ചല്ലേ, സോ ഇത് കൊടുക്കാന്ന് പറഞ്ഞിട്ട് നേരെ തിരിച്ചു പോയി അവളുടെ തല കയറി പിടിച്ചിട്ട് പറഞ്ഞു, എന്തിനാണ് കരയുന്നത്, തൽക്കാലം ഇത് കഴിക്കാൻ നോക്കുന്നു പറഞ്ഞിട്ട് ഒരു ചോക്ലേറ്റ് അവളുടെ നേരെ വെച്ച് നീട്ടുന്നുണ്ട്. അങ്ങനെ സമയം കടന്നുപോയി. അപ്പം നീ പറയുന്നത് നീ ഇവിടുത്തെ ഒരു ഐസ് എൽഫാണ്, നീ ഒരു ഡഞ്ചനിലാണ് താമസിക്കുന്നത്, നീ നിന്റെ ഗ്രാൻഡ് ഫാദറിന്റെ ഗ്രേവിൽ റെസ്പെക്ട് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ പറ. അപ്പം നീ എന്നെ അറ്റാക്ക് ചെയ്തത് ഈ ഗ്രേവ് പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയാണല്ലേ? അതെ. നിന്റെ പേരെന്താ? സിർക്ക. എൻ്റെ പേര് സങ്സുഹോ. ഹോഹോ. താങ്കൾ എവിടുന്നാ വന്ന? ഹോഹോയാ? ഇവൾക്ക് എൻ്റെ പേര് പോലും ഉച്ചരിക്കാൻ പറ്റുന്നില്ലല്ലോ. ഞാനൊരു ഹണ്ടറാണ്. ഞാൻ ഈ ഡഞ്ചൻ ക്ലിയർ ചെയ്തിട്ട് വന്നതാണ്. എൻ്റെ കോമറേഡ്സൊക്കെ ഇവിടെ ഉണ്ട്, പക്ഷേ അവരെല്ലാം കംപ്ലീറ്റ്ലി സ്കാറ്റർ ചെയ്ത്. ഹണ്ടറോ? ഞാനത് ഒരു മാജിക് ബീസ്റ്റിനൊക്കെ പറഞ്ഞത് കുറച്ച് വിയേഡാണ്. അതെ, ഞാനൊരു ഹണ്ടറാണ്. ഞാൻ ഈ മാജിക് ബീസ്റ്റിനെയൊക്കെ ഹണ്ട് ചെയ്യാറുണ്ട്. കാര്യം എനിക്ക് ഹ്യൂമൻസിനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ സിർക്കയും ഹോയയും ഒരേപോലെ തന്നെയാണല്ലേ? ഞാനും അപ്പോൾ ഒരു ഹോണറബിൾ ഐസ് എൽഫ് ഹണ്ടർ ആയിരിക്കും. കാര്യം ഞാൻ എൻ്റെ യങ് സിവിലിയൻസിന് വേണ്ടിയാണ് ഫൈറ്റ് ചെയ്യുന്നത്. അപ്പം നീയാണല്ലേ അവരൊക്കെ നോക്കുന്നത്? അതെ, കറൻറ്റ്ലി ഞാനാണ് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ഐസ് എൽഫ്. അത് ചാച്ച വരുന്നതിന് മുമ്പാണ്. ചാച്ച വന്നു കഴിഞ്ഞപ്പോൾ ചാച്ചയാണ് ഞങ്ങളൊക്കെ നോക്കാൻ തുടങ്ങിയത്. ചാച്ചയോ? അതാണ് ഇവിടുത്തെ ബോസ്. ചാച്ചയാണ് ഞങ്ങളുടെ വില്ലേജിൻ്റെ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടത്. ഞങ്ങളുടെ അഡൾട്ട്സൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ചാച്ച പെട്ടെന്ന് മുകളിൽ നിന്ന് വീഴുമായിരുന്നു. അത് കഴിഞ്ഞ് ചാച്ചയാണ് ഞങ്ങളെല്ലാവരും നോക്കുന്നത്. ചാച്ച ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സ്പീഷ്യസാണ്, പക്ഷേ ചാച്ച സ്ട്രോങ്ങുമാണ്, അമേസിങ്ങുമാണ്. ഞങ്ങളെ എല്ലാ കുട്ടി എൽഫിനെ ചാച്ച പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. നിനക്കറിയോ, ചാച്ചനെ കെട്ടിപ്പിടിക്കാൻ നല്ല രസമാണ്, നല്ല ചൂടുമാണ്. അതുമാത്രമല്ല ബ്ലാക്ക് വിങ്സ് ഉണ്ട്, പിന്നെ നല്ല മണവുമാണ്. ബ്ലാക്ക് വിങ്സ് കെട്ടിപ്പിടിക്കാൻ നല്ല രസം, മണം, അതൊക്കെ വെച്ച് നോക്കാൻ നിർത്ത്. അല്ല, ഞാൻ റീസെൻ്റ്ലി ഫോർട്ട് ചെയ്ത ആ ഒരു മാജിക് കോറിനെ പോലെ ആയിരിക്കും ഇരിക്കുന്നത്. എന്തായാലും ചാച്ചയെന്ന് വിളിക്കുന്നതുകൊണ്ട് ആ ഒരു മാജിക് ബീസ്റ്റ് മേളിൽ നിന്ന് വീണെന്നാണ്. സോ ബേസിക്കലി അതായിരിക്കും ഇവിടുത്തെ ബോസ്. ഞാനെന്തായാലും കുറച്ച് തിരക്കിലാണ്. ഞാൻ തൽക്കാലം അവിടേക്ക് പോവുകയാണ്. നിന്നെ കണ്ടതിൽ സന്തോഷം. അല്ലേ പോകരുത്, ഒന്ന് വെയിറ്റ് ചെയ്തേ. ഓഹോയ്ക്ക് ഡിലീഷ്യസ് ആയുള്ള പല സാധനങ്ങളും ആകാശത്ത് നിന്ന് വലിച്ചെടുക്കാൻ സാധിക്കുമല്ലോ. ഞങ്ങളിവിടെ വില്ലേജിലേക്ക് വരുമോ? വില്ലേജിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒന്നിനെ പറ്റി ആലോചിക്കേണ്ട കാര്യമില്ല. എന്നോട് ക്ഷമിക്കുക, ഞാൻ കുറച്ച് ബിസിയാണ്. അല്ല, താങ്കൾക്ക് നിൽക്കാൻ ഒരു മാർഗവും ഇല്ലേ? ഇല്ല. എങ്കിൽ എന്നോട് ക്ഷമിക്കണം. എനിക്ക് മറ്റു മാർഗങ്ങളൊന്നുമില്ല. ഐ എം സോറി. പക്ഷേ എൻ്റെ സിബിലിങ്സിൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്ത ഒരാളെ ബിട്രേ ചെയ്യാനും ഞാൻ തയ്യാറാണ്. എന്നോട് ക്ഷമിക്ക്. എനിക്ക് ഹോഹോയുടെ ആ ഒരു എബിലിറ്റി വേണം. കാര്യം ചാച്ച വില്ലേജ് വിട്ട് പോയി കഴിഞ്ഞാൽ എല്ലാ യങ്ങർ സിബ്ലിങ്സ് എല്ലാവരും വിശന്നിരിക്കേണ്ടി വരും. ഈ സമയത്ത് സുഹോ ഒന്നും മിണ്ടാതെ കുറച്ചു നേരം ഇരിക്കും. സിർക്ക, നിന്റെ ഡെസ്പറേഷൻ എനിക്ക് മനസ്സിലായി. നെക്സ്റ്റ് സെക്കൻഡ് അവളുടെ കയ്യിലുണ്ടായിരുന്ന ആ ഒരു നൈഫ് ഉണ്ടല്ലോ, അത് പൊട്ടിപ്പോയി. എന്നിട്ട് അവൻ പറയും, നിന്നെപ്പോലെ തന്നെ ഞാനും ഡെസ്പറേറ്റ് ആണ്. ആരെൻ്റെ എതിരെ വന്നാലും അവരെല്ലാവരെയും കൊല്ലാൻ ഞാൻ മടിക്കത്തില്ല. ഒരാളെപ്പോലും ഞാൻ സ്പെയർ ചെയ്യത്തുമില്ല. സോ നിനക്ക് ധൈര്യമുണ്ടെങ്കിൽ നിനക്കെൻ്റെ എതിരെ നിൽക്കാവുന്നതാണ്. ഈ സമയത്ത് സിർക്ക ശരിക്കും പേടിച്ചിട്ടുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് ഒരു പെട്ടി നിറയെ ചോക്ലേറ്റ്സും ഫുഡും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഇട്ട് കൊടുക്കുന്നതാണ്. എന്നാലും തൽക്കാലം നീ ഇതെടുത്തിട്ട് ഇവിടുന്ന് പൊക്കോ.
ഈ സമയത്ത് അവൾ സർപ്രൈസായി. എന്തായാലും എനിക്ക് നിൻ്റെ കൂടെ വരാൻ പറ്റത്തില്ല, കാര്യം എനിക്ക് പ്രഷ്യസായുള്ള പലരും ലൈനിലുണ്ട്. സോ നിന്നെ പിന്നെ കാണാം. അല്ല, ഇവളൊരു കൊച്ചു കുട്ടിയല്ലേ, ഇവൾ ഒറ്റക്ക് ഈ മൗണ്ടൻസിൻ്റെ അകത്തൂടെ വീഴുന്നത് അതത്ര നല്ലതല്ല. ഒരു കാര്യം ചെയ്യുക, ഒരു ഷാഡോനെ അവളുടെ കൂടെ അറ്റാച്ച് ചെയ്യാം. ഓഹോ, എന്തിനാണ് എന്നെ കൊല്ലാത്തത്? നിന്നെ കൊല്ലാത്തതോ? നിന്നെ കൊന്നു കഴിഞ്ഞാൽ അതെനിക്കൊരു സുഖം കിട്ടത്തില്ലല്ലോ. അത് മാത്രമല്ല, നിനക്ക് പ്രൊട്ടക്ഷൻ്റെ ആവശ്യമുണ്ട്. നീ എന്നെപ്പോലെ തന്നെ നിനക്ക് പ്രിയപ്പെട്ടവരെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിൻ്റെ യങ്ങർ സിബ്ലിങ്സിൻ്റെ അടുത്തേക്ക് നിനക്ക് ചെല്ലണ്ടേ? അതുകൊണ്ട് എനിക്ക് നിന്നെ ഇതിൽ കൂടുതൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അവളുടെ മേത്ത് നമ്മുടെ സൂഹട്ടെ തൻ്റെ സോൾജറിനെ പ്ലേസ് ചെയ്യുന്നുണ്ട്. പിന്നെ കാണിക്കുന്നത് അത്രയും സാധനമായിട്ട് അവൾ നേരെ മുന്നിലേക്ക് നടക്കുന്നതാണ് ആ കാട്ടിലൂടെ. ഈ ടൈമിൽ തന്നെ പറയുന്നുണ്ട്, അദ്ദേഹം എന്നെ വെറുതെ വിട്ടു. ഇവൻ 2 തവണ ഞാൻ അദ്ദേഹത്തിനെ കൊല്ലാൻ നോക്കി. എനിക്ക് ഫുഡ് ഷെയർ ചെയ്തു. അതുമാത്രമല്ല, ഓഹോ ശരിക്കും ഹാർഡാണ് അണ്ടർസ്റ്റാൻഡ് ചെയ്യാനായിട്ട്. പക്ഷേ ഒരു കാര്യം പറയാം, ഒരു വാം ഹെഡുള്ള അഡൾട്ടാണ്. ഓഹോ, ചാച്ചനെ പോലെ തന്നെ. ഈ സമയത്ത് ആരൊരാൾ മുമ്പിലേക്ക് നടന്നു വന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, ഹലോ ഐ സെൽഫ് ലേഡി, ഞാനൊരു കാര്യം താങ്കളോട് ചോദിച്ചോട്ടെ? അല്ല, നിങ്ങളാരാണ്? അത് മറ്റാരുമല്ലായിരുന്നു, നമ്മുടെ ആർഷയും കൂട്ടരുമായിരുന്നു. ഞങ്ങളിവിടെ ഒരു കാര്യം അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. നിനക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ? അല്ല, നിങ്ങൾ ഹോഹോനെയാണ് അന്വേഷിക്കുന്നത്. ഹോഹോ പറഞ്ഞ കോമറേഡ്സ് അത് താങ്കളാണോ? ഹോഹോയോ? എനിക്ക് മനസ്സിലാകുന്നില്ല നീ എന്തിനെ പറ്റിയാണ് പറയുന്നതെന്ന്. എന്നാൽ ഞങ്ങൾ നോക്കി കിടക്കുന്നത് ഇവിടുത്തെ മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റിൻ്റെ ഇൻഹെറിറ്റൻസിനെ പറ്റിയാണ്. നിനക്ക് അതിനെപ്പറ്റി എന്തെങ്കിലും അറിയാവോ? മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റോ? അത് ഗ്രാൻഡ് ഫാദർ അല്ലേ? അപ്പോൾ ഇവിടെ ഇൻഹെറിറ്റൻസ് ഒന്നുമില്ല. ആ, നീ അപ്പോൾ അതിൻ്റെ ഗ്രാൻഡ് ഡോക്ടറാണല്ലേ? ഓ, അപ്പോൾ അതിനർത്ഥം നീയാണ് ആ ഒരു കാര്യം സക്സീഡ് ചെയ്യാനായിട്ട് പോകുന്നത്. എന്ത്? സിർക്കയോ? മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റോ? അതെ, ഞങ്ങൾ നിന്നെ പോലെ തന്നെ മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റിൻ്റെ ഇൻഹെറിറ്റേഴ്സാണ്. സോ എന്ത് പറയുന്നത്, നമുക്ക് ഒരുമിച്ച് മൊണാർക്സ് ആയാലോ? നിനക്ക് ഞങ്ങളുടെ കൂടെ ഒരു മൊണാർക്ക് ആകാനായിട്ട് സാധിക്കും. എന്തേ, നീ ഓക്കെ അല്ലേ? ഈ സമയത്ത് നെക്സ്റ്റ് സെക്കൻഡിൽ തന്നെ അവൾ നേരെ തിരിഞ്ഞു തന്നിട്ട് പറയുകയും ചെയ്യും, എനിക്ക് നിങ്ങൾ പറയുന്നതിനെ പറ്റിയൊന്നും മനസ്സിലായിട്ടില്ല. എന്തായാലും എനിക്ക് പോകണം, കാര്യം എനിക്ക് എൻ്റെ വില്ലേജിൽ കുറച്ചധികം കൂട്ടുകാരുണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇവരെന്തായാലും ഹോഹോനെ പോലെയല്ല. ഇവർ ഹോഹോയുടെ കമാൻഡേഴ്സും അല്ല, അതുമല്ല ഇവർ ചാച്ചയുടെ ഹോഹോനെ പോലെ ഒരു വാം ഹേർട്ടഡ് അഡൾട്ടും അല്ല. ഞാൻ എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോയിരിക്കണം. നെക്സ്റ്റ് സെക്കൻഡിലാണ് അത് സംഭവിച്ചത്. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ സിർക്കട ഒരു കാലം മുറിഞ്ഞ് നേരെ താഴത്തേക്ക് വീഴുകയും ചെയ്തു. അതേപോലെ തന്നെ അതെല്ലാം പൊട്ടി വീഴാൻ നേരത്ത് അവൾ പറയുകയും ചെയ്യും, എന്തായാലും ഇതൊരു ക്വസ്റ്റാണ്. മൊണാർക്ക് ഓഫ് ദി ഫ്രോസ്റ്റിൻ്റെ ഡിസൈനിനെ ഞങ്ങൾ എന്തായാലും ഞങ്ങളുടെ കീഴിൽ ആക്കിയിരിക്കും. അത് വാക്കുകൾ കൊണ്ട് പറ്റിയില്ലെങ്കിൽ ശക്തി കൊണ്ട് ചെയ്യാനും ഞങ്ങൾക്ക് വലിയ തടസ്സമൊന്നുമില്ല. ഈ സമയത്ത് തന്നെ അവളെ ഒരു തേരട്ട പോലത്തെ സാധനം ചുറ്റി പിടിച്ചിട്ടുണ്ട്. എന്നിട്ട് ആൾ പറയും ചെയ്യും, എന്തേ ഇനി ഞങ്ങളുടെ കൂടെ കൂടുന്നെന്നും പറഞ്ഞ് തൻ്റെ കയ്യിൽ ഒരു സാധനം വെച്ചുകൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുന്നത്.